ഹായ് വെൽക്കം ടു റിനീഷ CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്ററും ജനറേഷൻ ഓഫ് യുണീക്ക് ലേബിൾസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷനും കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സിനെയും കുറിച്ചാണ്. കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞത് ആർഗ്യുമെന്റ്സ്. അത് ആർഗ്യുമെന്റ്സ് ഇൻ മാക്രോ ഇൻവൊക്കേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ പാരാമീറ്റേഴ്സ് ഇൻ മാക്രോ ബോഡി. ആർഗ്യുമെന്റ്സ് ഒരു മാക്രോ ഇൻവൊക്കേഷൻ്റെ അകത്ത് അതായത് മാക്രോ കോളിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് മാക്രോയുടെ നെയിം ഫോളോഡ് ബൈ ദ പാരാമീറ്റേഴ്സ് ആണ്. ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ആർഗ്യുമെന്റ്സ് എന്താ ചെയ്യുന്നത്, ആ പാരാമീറ്റർ എവിടേക്കാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്ലേസിലെല്ലാം അതിൻ്റെ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മാക്രോ ബോഡിയിൽ എവിടേക്കാണോ പാരാമീറ്റേഴ്സ് ഉള്ളത് ആ പാരാമീറ്റേഴ്സിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം സീക്വൻഷ്യലി ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ദ സീക്വൻസിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മാക്രോ ബോഡി ഫോർ കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ. കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്താൽ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സീക്വൻസിങ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, സീക്വൻസിങ് എന്താണ് പറഞ്ഞത്, ഒരു ലൈൻ കഴിഞ്ഞാൽ അടുത്ത ലൈൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകണം. ആ എക്സിക്യൂഷനെ മോഡിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താണ്, ദിസ് കേപ്പബിലിറ്റി ആഡ് ഗ്രേറ്റ്ലി ടു ദ പവർ ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് മാക്രോ ലാംഗ്വേജ്. ഈ മാക്രോ ലാംഗ്വേജിന്റെ പവറും ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടീഷണൽ മാക്രോയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മാക്രോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇഫ് എൽസ് എൻഡ് ഇഫ്. അത് നമ്മൾ സാധാരണ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് സിക്കകത്ത് യൂസ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ ജാവ C++നകത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇഫ് എൽസ്, അതിൻ്റെ കൂടെ എന്താണ് എൻഡ് ഇഫ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മാക്രോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് സെറ്റ്. അപ്പം കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ്റെ അകത്ത് നമ്മൾ രണ്ട് മാക്രോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇഫ് എൽസ് എൻഡ് ഇഫും രണ്ടാമത്തത് സെറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വേരിയബിളിനെ പറയുന്നത് മാക്രോ ടൈം വേരിയബിൾ അല്ലെങ്കിൽ സെറ്റ് സിമ്പിൾ എന്നാണ് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു സ്റ്റോർ വർക്കിംഗ് വാല്യൂസ് ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. മാക്രോ എക്സ്പാൻഷൻ്റെ അകത്തുള്ള വർക്കിംഗ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് മാക്രോ ടൈം വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, ഓക്കെ, ആംപർസെന്റ് സിമ്പിളുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ അതെന്തായിട്ട് വരാൻ പാടില്ല, ഒരു മാക്രോയുടെ പാരാമീറ്റർ ആയിട്ട് വരാനായിട്ട് പാടില്ല. മനസ്സിലായോ? ഒരു സിമ്പിളാണ്, അതിൻ്റെ അത് ക്യാരക്ടർ ആംപർസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു സിമ്പിളാണ് മാക്രോ ടൈം വേരിയബിൾ. പക്ഷെ എന്താവാൻ പാടില്ല, ഒരു മാക്രോയുടെ പാരാമീറ്റർ ആവാൻ പാടില്ല. ഇത് കണ്ടോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന ആംപർസെന്റ് EORCK കണ്ടോ, ഓക്കെ, EORCK. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു മാക്രോ ടൈം വേരിയബിൾ ആണ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മാക്രോയുടെ ഡെഫിനിഷൻ്റെ അകത്ത് ഏതൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, മാക്രോയുടെ നെയിമിൻ്റെ അകത്ത് ഇത് കണ്ടോ, INTEVR, ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് എന്നാണ് INDEV, ബഫ് അഡ്രസ്, റെക്കോർഡ് ലെങ്ത്, EOR, മാക്സ് ലെങ്ത്.
അതായത് ഈ പാരാമീറ്ററിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തതായിരിക്കണം, പക്ഷേ എങ്കിൽ ആംബ്രസൻ്റ് വെച്ച് തുടങ്ങുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തില്ല. EORCK എന്ന് പറയുന്നത് ഈ പാരാമീറ്ററിൻ്റെ അകത്തില്ല, പക്ഷെ ആംബ്രസൻ്റ് വെച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? മാക്രോ ടൈം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംബ്രസൻ്റ് വെച്ച് തുടങ്ങണം, പക്ഷേ മാക്രോയുടെ പാരാമീറ്റർ ഒന്നും ആയിരിക്കരുത്. ഇതാണ് മാക്രോയുടെ പാരാമീറ്റർ. ഓക്കെ, അങ്ങനെ മാക്രോയുടെ പാരാമീറ്റർ അല്ലാതെ ആംബ്രസൻ്റ് വെച്ച് തുടങ്ങുന്ന സിമ്പിൾസിനെയാണ് മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാക്രോ ടൈം വേരിയബിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ സെറ്റിൻ്റെ അവിടെ, ഓക്കെ, നമ്മൾ സെറ്റിൻ്റെ അവിടെ നമ്മൾ പറയുവാണ്, സെറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വാല്യൂ, ഇനിഷ്യലി ഈ മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയുന്നത് 0 ആണ്, ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 0-യിലാണ്. ഇപ്പം നമുക്കതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വി യൂസ് ദ സെറ്റ് ഡയറക്റ്റീവ്. മാക്രോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആയിട്ടുള്ള സെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മാക്രോ ടൈം വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിഷ്യലി അത് പറഞ്ഞിട്ടില്ല, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഇതുണ്ടോ, ആംബ്രസെൻറ്റ് EOROC സെറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താണ്? EOROC-ൻ്റെ വാല്യൂ ഇനി എന്താണ്? 1 ആയിട്ട് സെറ്റ് ചെയ്തു. 1 ആണ് ഇനി അതിൻ്റെ വാല്യൂ. അപ്പം വാല്യൂ നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും ഇനിഷ്യൽ വാല്യൂ. ഇപ്പം നമുക്കൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ വി യൂസ് സെറ്റ് ഓപ്പറേറ്റർ. സെറ്റ് അസംബ്ലർ ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ വരുമ്പോഴത്തേനെ കണ്ടു, ഇവിടെ സെറ്റ് ആംബ്രസെൻറ്റ് EOROC സെറ്റ് 1 എന്ന് കൊടുത്താൽ EOROC-ൻ്റെ വാല്യൂ ഇപ്പം എന്തായിരുന്നു? 0. ഇവിടെ വെച്ചാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ EOROC എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഇനിഷ്യലി 0 ആണ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സെറ്റ് 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റ് 1 എന്ന് കൊടുത്തു കഴിയുമ്പം ആംബ്രസെൻറ്റ് EOROC-ൻ്റെ വാല്യൂ എന്താവും? 1 ആവും. ഒരു കണ്ടീഷൻ മാക്രോ എക്സ്പാൻഷൻ, അത് നമ്മൾ ഇഫ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇഫ് എൽസ് എൻഡ് ഇഫ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇഫ് ആൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് എൻകൗണ്ടർഡ്, ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാക്രോ എക്സ്പാൻഷന്റെ സമയത്ത് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ബൂളിയൻ എക്സ്പ്രഷൻ, അവിടെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും പറയുന്നത്. ആ ബൂളിയൻ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ബൂളിയൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ആണ് കിട്ടുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് ദിസ് എക്സ്പ്രഷൻ ഇസ് ട്രൂ, നമുക്ക് ആ ഇവാലുവേറ്റ് ചെയ്യുമ്പം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ, ഓക്കെ, മാക്രോ പ്രോസസ്സർ സാധാരണ പ്രോസസ്സ് ചെയ്യുന്നത് പോലെ പ്രോസസ്സ് ചെയ്യും. എവിടത്തെയാണ്? ഡെഫ് ടാബിൻ്റെ അകത്താണ്, ഡെഫിനിഷൻ ടേബിളിലാണ് നമ്മൾ മാക്രോയുടെ ഡെഫിനിഷൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പം അത് എവിടം തൊട്ടിട്ടാണ് നോക്കുന്നത്? ആ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഡെഫ് ടാബിൻ്റെ അകത്തെ ആദ്യത്തെ ലൈൻ തൊട്ടിട്ട് ഇത് നോക്കും. എവിടം വരെ? until it encounters the next else or end of if statement. ഡെഫ് ടാബിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നോക്കിയിട്ട് ഒന്നുകിൽ ഒരു എൽസ് അല്ലെങ്കിൽ എൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും ആകുന്നത് വരെയാണ് ഡെഫ് ടാബിൻ്റെ അകത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? ഇഫിൻ്റെ കൂടെ നമുക്കൊരു എക്സ്പ്രഷൻ കാണും, ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രൂ ആണെങ്കിൽ മാക്രോ പ്രീ പ്രോസസ്സറിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈൻ എടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഡെഫ് ടാബിൻ്റെ അകത്ത് പോയി നോക്കും. ഡെഫ് ടാബിൻ്റെ അകത്തു നിന്ന് ഓരോ ലൈനും അവിടെ എക്സിക്യൂട്ട് ചെയ്യും. എവിടം വരെ? ഒന്നുകിൽ ഒരു എൻഡ് ഇഫ് വരെ അല്ലെങ്കിൽ ഒരു എൽസ് വരെ ആയിരിക്കും ഇത് നോക്കുന്നത്. ഓക്കെ, എൻഡ് എത്തിക്കഴിഞ്ഞെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം?
എക്സ്പാൻഷൻ നമുക്കത് റിസ്യൂം ചെയ്യാം അല്ലെ, എക്സ്പാൻഷൻ കഴിഞ്ഞു എന്നുള്ളത് സാധാരണ പോലെ തന്നെ ഇനി എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇനിയും രണ്ടാമത് ഇപ്പം ഇത് ട്രൂ ആണെങ്കിലാണ് ഇത്രയും ചെയ്യുന്നത്. ഓക്കെ, എൻഡോ അല്ലെങ്കിൽ ഒരു എൽസ് വരെയാണ് ഈ ഒരു ഡെഫ് ടാബിനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബൂളിയൻ എക്സ്പ്രഷൻ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണെങ്കിൽ, ഓക്കെ, ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ആ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ആ മാക്രോ പ്രീ പ്രോസസ്സർ എന്ത് ചെയ്യണം, ഡെഫ് ടാബിൻ്റെ അകത്തുനിന്ന് ഒന്നുകിൽ എൽസ് വരെ അല്ലെങ്കിൽ എൻഡിഫ് വരെ ഉള്ള അത്രയും പോർഷനെ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ പോലെ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഒന്നുകിൽ ഒരു എൽസ് അല്ലെങ്കിൽ എൻഡിഫ് വരെ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇനിയും ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ഡെഫ് ടാബിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, അടുത്ത ഒരു എൽസ് അല്ലെങ്കിൽ ഒരു ഇൻഡിഫ് വരെ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്ന് സ്കിപ്പ് ചെയ്യണം, അത്ര ലൈൻസ് എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്രോ പ്രീ പ്രോസസ്സ് പഴയ പോലെ നോർമൽ പോലെ അത് എക്സ്പാൻഡ് ചെയ്യും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതൊരു മാക്രോ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, മാക്രോ ഇവിടെ തുടങ്ങി എമ്മൻ്റ് ഇവിടെ സ്റ്റോപ്പായി. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് മാക്രോ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈഫ് ഇതാണ് മാക്രോയുടെ കോൾ എന്ന് പറഞ്ഞത്, ഒരു മാക്രോ കോൾ ഇവിടെ വിളിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ആർ ഡി ബഫ് എന്ന് പറയുന്നത് ഇത് മാക്രോയുടെ നെയിമാണ്. ആർ ഡി ബഫ് F3 എന്ന് പറയുമ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണ്, ആദ്യത്തെ പാരാമീറ്ററിൻ്റെ വാല്യൂ ആണ് F3. അപ്പം ആംപ്രസെൻറ്റ് INDEV എന്ത് വരും, F3 വരും. ബഫ് ADDR അഡ്രസ്സിന് എന്ത് വരും, ബഫ് വരും. ഓക്കെ, റെക്കോർഡ് ലെന്തിന് RECL എന്ന് വരും. ആംപ്രസെൻറ്റ് EOR എൻഡ് ഓഫ് റെക്കോർഡ് എന്താണ് 04, മാക്സിമം ലെന്ത് എത്രയാണ് 2048. ഇങ്ങനൊരു കോൾ വരുവാണെങ്കിൽ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇഫാണ് വന്നിരിക്കുന്നത്. ഇഫാണ് എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കി കണ്ടീഷൻ ട്രൂ ആണോ എന്ന്. ആംപ്രസെൻറ്റ് EOF എന്ന് പറയുമ്പോൾ തന്നെ എത്ര വന്നിരിക്കുന്നത്, ഇതുണ്ടോ, EOFൻ്റെ ഈ ഒരു പൊസിഷൻ, അതായത് 04. അപ്പോൾ 04 ആണ് എടുക്കുന്നത്. അപ്പോൾ 04 നോട്ട് ഈക്വൽ ടു നൾ. യെസ്, കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ഓക്കെ, 04 ആണ്, അത് നള്ളിനോട് ഈക്വൽ അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സെറ്റ് ആംപ്രസെൻറ്റ് EOROC സെറ്റ് 1. EOROCന് അതിൻ്റെ വാല്യൂ എന്താക്കും, 1 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്, ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ ഒരു എൽസ് വരെ അല്ലെങ്കിൽ എൻഡിഫ് വരെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ വന്നു എൻഡിഫ് വന്നു. എൻഡിഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായി, ഇത് സ്റ്റോപ്പായി. ഓക്കെ, അപ്പം ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്ലിയർ എക്സ് ആണ് വരിക, ക്ലിയർ എക്സ്. അപ്പോൾ ഇതിനെ കോൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേന് ക്ലിയർ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താക്കി, ക്ലിയർ ആക്കി. ഓക്കെ, ലൂപ്പ് കൗണ്ടർ ആണ് എക്സ് എന്ന് പറയുന്നത്, അതിനെ എന്താക്കി, ക്ലിയർ ആക്കി. ഇനി ക്ലിയർ എ, ഓക്കെ, ക്ലിയർ എ എന്നുള്ളത് അതുപോലെ വരും. ഇനി അടുത്ത് ഇതാണ് വരുന്നത്, ഈഫ് ആംപ്രസെൻറ്റ് EOROC EQ1. ആംപ്രസെൻറ്റ് EOROCൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. ഓക്കെ, 1 EQ ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, 1 ഈക്വൽ ടു 1. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേന് കണ്ടോ, അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൽ ഇവിടെ വന്നു ക്ലിയർ എക്സ്, പിന്നെ ക്ലിയർ എ കണ്ടോ. ഇനി നമ്മളിവിടെ നോക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കി. ഈ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ഇപ്പോഴത്തെ EOROCൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 1 ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടം തൊട്ടിട്ട് ഒന്നുകിൽ എൻഡ് ഓഫ് വരെയുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടി, LDCH ഈക്വൽ ടു X
ആംപ്രസൻറ്റ് DORൻ്റെ വാല്യൂ 4. ഓക്കെ, ഇനി അടുത്തത് വരുമ്പം RMOAS. ഓക്കെ, RMO കണ്ടോ, RMOAS. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എൻഡിഫ് ആണ്. അപ്പോൾ എൻഡിഫ് വരെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വന്നു കഴിയുമ്പോഴത്തേന് ഓക്കെ എൻഡിഫ് വരെ വർക്ക് ചെയ്തു. ഇനി അടുത്തതാണെങ്കിൽ ഇഫ് മാക്സ് ലെങ്ത് EQU നൾ. ഓക്കെ, മാക്സ് ലെങ്ത് ഈക്വൽ ടു നൾ ആണോ നോക്കണം. ഇവിടെ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് 2048. അപ്പം കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. ഓക്കെ, ഫോൾസ് ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇത് നേരെ ഇങ്ങോട്ട് ഇത് വർക്ക് ചെയ്യില്ല. അതായത് ഒരു എൻഡിഫ് വരെ ഇത് വർക്ക് ചെയ്യില്ല. അപ്പം എന്ത് വരും? അടുത്ത് TD ആ വരുന്നത്. കണ്ടോ, ഇവിടെ കഴിഞ്ഞാൽ വരുന്നത് TD ആണ്. കണ്ടോ, TD എന്ന് പറയുന്നത് ഡോളറാണ്. ഡോളർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ലേബൽ വന്നു കഴിഞ്ഞാൽ $AA എന്ന് ഫസ്റ്റ് കോളിൻ്റെ അകത്ത് മാറ്റണം. അപ്പം ഇവിടെ എന്ത് വരണം? $AA ലൂപ്പ് എന്ന് വരണം. ഓക്കെ, പിന്നെ TD, പിന്നെന്താണ്? TD കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എഴുതുക. ഓക്കെ, എക്സ്, പിന്നെ INDVRന് പകരം F3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക. അടുത്തത് നോക്കുമ്പോൾ ജംപ് ഈക്വൽ ടു ഡോളർ ലൂപ്പ് എന്നാണ്. അപ്പം ലൂപ്പിൻ്റെ അവിടെ $AA ലൂപ്പ് എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് എഴുതി പോയത്. അപ്പം ഇത് ഇത്രേ ഉള്ളൂ. ഇഫിൻ്റെ അത് കണ്ടീഷൻ ട്രൂ ആണോ നോക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒന്നുകിൽ എൻഡ് അല്ലെങ്കിൽ ഇഫ് ഓക്കെ ഒന്നുകിൽ എൽസ് അല്ലെങ്കിൽ എൻഡിഫ് വരെയാണ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒന്നുകിൽ എൽസ് അല്ലെങ്കിൽ എൻഡിഫ് വരെയുള്ള അത്രയും സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക, എടുക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇഫിൻ്റെ അകത്തുള്ള ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് മാക്രോയുടെ എക്സ്പാൻഷൻ സമയത്താണ്. അറ്റ് ദ ടൈം മാക്രോ ആർ എക്സ്പാൻഡഡ്. മാക്രോ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള ബൂളിയൻ എക്സ്പ്രഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ സമയത്ത് ആണ്, ആ എക്സ്പാൻഷൻ സമയത്താണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇഫിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഇഫിൻ്റെ അകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ പ്രാവശ്യം അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഓൺലി വണ്ണേ അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മാക്രോയ്ക്കകത്ത് എക്സ്പാൻഷൻ സമയത്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ആ ഇഫിൻ്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ, ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഇഫിൻ്റെ അകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പിന്നെ ഇനി കമ്പയർ ഇൻസ്ട്രക്ഷന് ടെസ്റ്റ് ദ ഡേറ്റ വാല്യൂ ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, കമ്പയർ ഇൻസ്ട്രക്ഷൻ ആണ് ഡേറ്റ വാല്യൂ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡേറ്റ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ സാധാരണ സീക്വൻഷ്യലി ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിന് പുറകെ ഒന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇഫ് വന്ന് കഴിയുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രൂ ആണെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നമ്മൾ പറഞ്ഞു ഇഫ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇഫിൻ്റെ അകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ മോർ ദാൻ 1 ടൈംസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത് വൈലാണ്. ഓക്കെ, വൈൽ എൻഡ് വൈലിൻ്റെ ഉള്ളിൽ എൻഡ് വൈലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈൽ ഇൻറ്റു വൈലാണ്. അപ്പോൾ ഈ മാക്രോ പ്രീ പ്രോസസ്സർ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ആംപർസൻഡ് n ടൈംസ് എന്ന് യൂസ് ചെയ്യുന്നത് ദ നമ്പർ ഓഫ് മെമ്പർ ഇൻ ദ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് എത്ര മെമ്പർ ഉണ്ട്
എന്നുള്ളതാണ് ആംപർസെൻഡ് n ടൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മാക്രോ പ്രീ പ്രോസസർ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആംപർസെൻഡ് n ടൈംസ് n ഐറ്റംസ്. ഓക്കെ, ആംപർസെൻഡ് n ഐറ്റംസ് ആണ്. ആംപർസെൻഡ് n ഐറ്റം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് മെമ്പർ ഇൻ ദ ആർഗ്യുമെന്റ് ലിസ്റ്റ്. ആർഗ്യുമെന്റ് ലിസ്റ്റിൻ്റെ അകത്ത് എത്ര മെമ്പർ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആംപർസെൻഡ് EOR ഈസ് ഈക്വൽ ടു 000304 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാണ് പെർസെൻറ്റേജ് n ഐറ്റംസ് ആംപർസെൻഡ് DOR. ഓക്കെ, ആംപർസെൻഡ് DORനകത്ത് എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട്? ഇവിടെ 3 എണ്ണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആംപർസെൻഡ് n ടൈംസ് എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്പെസിഫൈ മെമ്പർ ഇൻ ദ ലിസ്റ്റ്. നമുക്ക് മെമ്പർ പറയാൻ പറ്റും. ഇപ്പം ആംപർസെൻഡ് EOR1 എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ആദ്യത്തത് എന്നുള്ളതാണ് 0. ആംപർസെൻഡ് EOR2 എന്ന് പറഞ്ഞെങ്കിൽ 03. ആംപർസെൻഡ് EOR3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 04. ഇങ്ങനെ ആയിരിക്കും ഓരോ മെമ്പേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് മെമ്പർ 0, സെക്കൻഡ് മെമ്പർ 03, തേർഡ് മെമ്പർ. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ പറഞ്ഞേക്കുവാണ് മാക്രോയുടെ കൂടെ നമ്മൾ ആർഗ്യുമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആംപർസെൻഡ് EORCT സെറ്റ് ആംപർസെൻഡ് n ടൈംസ് ആംപർസെൻഡ് EOR. EORന്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടോ, ഓക്കെ, എത്ര പാരാമീറ്റർ ഉണ്ടോ അതാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സെറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വൈലുമാണ് നമ്മൾ അറിയേണ്ടത്. വൈൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. വൈൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി, വൈൽ ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ, ഓക്കെ, ഈ മാക്രോ ടൈം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് NW വരെ ഉള്ളത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇത് പിന്നെയും തിരിച്ച് വൈലിൽ തന്നെ പോവും. ഇവിടെ കണ്ടീഷൻ നോക്കും. കണ്ടീഷൻ നോക്കി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യും, പിന്നെയും തിരിച്ചു വരും. എപ്പോഴാണ് ഇത് ഫോൾസ് ആകുന്നത് അപ്പോൾ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പിൽ നിന്ന് ഇത് എക്സിറ്റ് ആവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ വൈൽ ആംപർസെൻഡ് CTR, ഓക്കെ, ആംപർസെൻഡ് CTR LE ആംപർസെൻഡ് EORCT എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കേസിൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾ എഴുതുമ്പം ഇത് ഫുള്ള് എഴുതണ്ട, വൈൽ ലൂപ്പിൻ്റെ മാത്രം എഴുതിയാൽ മതി. വൈൽ ലൂപ്പ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഇതേയുണ്ട്, ഇത് വൈൽ ലൂപ്പിനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് വന്നിട്ടുണ്ട്. അപ്പം കണ്ടീഷൻ ട്രൂ ആണ് 3 ടൈംസ്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് വൈലിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പം വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ മോർ ദാൻ 1 ടൈംസ് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ സിക്കകത്തും ജാവയ്ക്കകത്തൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ കീവേഡ് മാക്രോ പാരാമീറ്റർ. കീവേഡ് മാക്രോ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം യൂസ് ചെയ്യുന്നത്, അതായത് ഒരു മാക്രോയുടെ നെയിം അല്ലെങ്കിൽ മാക്രോയുടെ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ആദ്യത്തെ ലൈൻ മാക്രോ ഹെഡറിനെയാണ് പറയുന്നത്. അപ്പം അവിടെ സാധാരണ നമ്മൾ പൊസിഷൻ വെച്ചിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏതാണ്? ആദ്യം നമ്മൾ മാക്രോ കോൾ ചെയ്യുമ്പോൾ ആദ്യം കിടക്കുന്ന വാല്യൂ ആദ്യത്തെ പാരാമീറ്റർ കൊടുക്കും, രണ്ടാമത് കിടക്കുന്ന വാല്യൂ രണ്ടാമത്തെ പാരാമീറ്റർ കൊടുക്കും. അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാരാമീറ്റർ ആൻഡ് ആർഗ്യുമെന്റ്സ് ആർ അസോസിയേറ്റഡ് according to their position in the macro prototype and invocation. മാക്രോ പ്രോട്ടോടൈപ്പിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സും മാക്രോ കോളിൻ്റെ അകത്ത് വരുന്ന ആർഗ്യുമെൻസും, ഓക്കെ, അത് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പം ഇതുണ്ട്, ഇഫ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു ബി ഒമിറ്റഡ്, നമുക്ക് ആർഗ്യുമെൻറ്റ് ഇവിടെ കൊടുക്കുന്നില്ല, അതായത് മാക്രോ കോളിൻ്റെ അകത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ, ഒരു നൾ ആർഗ്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 2 അടുത്തടുത്ത് കോമാസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഈ ഒരു പൊസിഷനിൽ കിടക്കുന്നത് എന്താണ്? നള്ളെന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊസിഷണൽ പാരാമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓർഡറിങ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം.
ആദ്യം കിടക്കുന്നതിന് ആദ്യത്തെ വാല്യൂ, രണ്ടാമത് കിടക്കുന്നതിന് രണ്ടാമത്തെ വാല്യൂ, അങ്ങനെയാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്യൂട്ടബിൾ അല്ല. ഒരു ലാർജ് നമ്പർ ഓഫ് പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന കേസുകളിൽ ഇത് അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു വേറെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് കീവേഡ് മാക്രോ പാരാമീറ്റർ. മനസ്സിലായോ? പൊസിഷണൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ പ്രോട്ടോടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാരാമീറ്ററും മാക്രോ ഇൻവൊക്കേഷൻ്റെ ആർഗ്യുമെൻറ്റ്സും തമ്മിൽ പൊസിഷൻസ് എന്ത് ചെയ്യണം? അസോസിയേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് പൊസിഷനിലാണ് പാരാമീറ്റർ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ ആണ് ഓക്കെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കണം. അങ്ങനെയാണ് പൊസിഷണൽ പാരാമീറ്ററിൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ അങ്ങനല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ കീവേഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ഈച്ച് ആർഗ്യുമെന്റ് വാല്യൂ ഈസ് റിട്ടേൺ വിത്ത് കീവേഡ് ദാറ്റ് മീൻസ് ദ അക്കോർഡിംഗ് പാരാമീറ്റേഴ്സ്. അതായത് ഇപ്പം നമ്മൾ പറയുവാണ്, ഇവിടെ കണ്ടോ, ജെൻഡർ ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ്, അല്ലെങ്കിൽ ചാനൽ ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? കീവേഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏത് ഓർഡർ വേണമെങ്കിലും ഇത് വരാം. ഓക്കെ, പാരാമീറ്റേഴ്സ് ഏത് ഓർഡർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് വരാം. അപ്പൊ കോൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ജസ്റ്റ് ജെൻഡർ ടൈപ്പ് ഈക്വൽ ടു എന്ന് മാത്രം കൊടുക്കും. ചാനൽ ഈക്വൽ ടു എന്ന് മാത്രമേ മാക്രോയുടെ ഡെഫിനിഷൻ്റെ അവിടെ കാണത്തുള്ളൂ. മനസ്സിലായോ? മാക്രോയുടെ ഡെഫിനിഷൻ്റെ അവിടെ ജെനർ, ഓക്കെ, ജെനർ ടൈപ്പ് ഈക്വൽ ടു ചാനൽ ഈക്വൽ ടു എന്നേ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ മാക്രോയുടെ കോൾ ചെയ്യുമ്പം ജെനർ ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റ്, ചാനൽ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കൊടുക്കും. ഇപ്പം ഇതിൻ്റെ ഓർഡർ ഇപ്പം മാറി എന്ന് പറഞ്ഞിട്ട് കീവേഡിൻ്റെ അകത്ത് അതൊരു പ്രശ്നമല്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെ കൊടുക്കുവാണ്, ജെനർ ചാനൽ ഈസ് ഈക്വൽ ടു 3 ആൻഡ് ടൈപ്പ് ഈക്വൽ ടു ഡയറക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇത് കറക്റ്റാണ്. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. ആർഗ്യുമെന്റ് മേ അപ്പിയർ ഇൻ എനി ഓർഡർ. കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ്സ് ഏത് ഓർഡറിൽ വേണേലും വരാം. ഓക്കെ, നൾ ആർഗ്യുമെന്റ്സ് നോ ലോങ്ങർ നീഡ് ടു ബി യൂസ്ഡ്. നല്ല ആർഗ്യുമെന്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ കീവേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു റീഡ്. നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാം. മച്ച് ലെസ് ടൈം പ്രോൺ ദാൻ ദ പൊസിഷണൽ ആർഗ്യുമെന്റ്. പൊസിഷണൽ ആർഗ്യുമെന്റ്സിനെക്കാട്ടിലും എറേഴ്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ കീവേഡ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ടു റീഡ്, ഈസി ആയിട്ട് റീഡ് ചെയ്യാം. കുറച്ച് എറർ വരാനുള്ള ചാൻസ് പൊസിഷണൽ പാരാമീറ്റർ അപേക്ഷിച്ച് കുറവാണ്. അപ്പം ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇവിടെ മാക്രോ INDEV F1 ബഫർ ഈക്വൽ ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ INDEV ഈക്വൽ ടു F1 ഇതൊരു മാക്രോ ഡെഫിനിഷൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ INDEV ഈക്വൽ ടു F1 എന്ന് പറയാം. ഇനി നമ്മൾ മാക്രോ കോൾ ചെയ്യുമ്പോൾ INDEV F1 INDEVക്ക് വാല്യൂ കൊടുത്തില്ലെങ്കിലും എന്ത് വരും? F1 എന്നുള്ള വാല്യൂ ഇത് ഡിഫോൾട്ട് ആയിട്ട് എടുത്തോളും. ഓക്കെ, ഇതുണ്ട് ആംബ്രസെന്റ് ബഫ് ADDR ആംബ്രസെന്റ് റെക് ലെന്ത് ആംബ്രസെന്റ് EOR ഈക്വൽ ടു 0. അപ്പൊ ആംബ്രസെന്റ് EORന്റെ വാല്യൂ 04, മാക്സ് ലെന്ത് 4096. ഇത് ഡീഫോൾട്ട് വാല്യൂ ആണ് ഈ അസൈൻ ചെയ്തിട്ട് ഈക്വൽ ടു എന്ന് കൊടുത്തേക്കുന്നത്. ഇത് ഡീഫോൾട്ട് വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈക്വൽ ടു എന്ന് നമ്മൾ കൊടുത്താൽ മതി. അപ്പം ഇവിടെ നമ്മൾ ഡീഫോൾട്ട് വാല്യൂ ഇവിടെ കൊടുത്തു. ഈ വാല്യൂ ചേഞ്ച് ചെയ്ത് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്താൽ മതി? മാക്രോ കോൾ ചെയ്യുമ്പോഴത്തേന് വാല്യൂ കൊടുത്താൽ മതി അവിടെ. അപ്പം എന്ത് ചെയ്യും? അതിനെ ഓവർ റൈറ്റ് ചെയ്യും. ഇപ്പം ഈ ഒരു കേസിൽ RD ബഫ്, ഓക്കെ, RD ബഫ് ADDR ബഫർ RD ലെങ്ത് ഈക്വൽ ടു ലെങ്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി ഡീഫോൾട്ട് വാല്യൂ ആണ്. ആംബ്രസെന്റ് INDEV F1 ആണെന്നറിയാം. ഇതിനറിഞ്ഞൂടാ, അതുകൊണ്ട് ബഫർ ADDR കണ്ടോ, കോൾ ചെയ്യുമ്പം ബഫർ ADDR ഈക്വൽ ടു ബഫർ. അപ്പം കീവേഡ് ആണെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ കാണും മാക്രോ ഡെഫിനിഷൻ്റെ അകത്ത്. ഓക്കെ, ആംബ്രസെന്റ് റെക്കോർഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു, കണ്ടോ, റെക്കോർഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു ലെങ്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാക്രോ ഒരു കീവേഡ് പാരാമീറ്ററിനെ നമ്മൾ മാക്രോയുടെ ഡെഫിനിഷൻ എഴുതുന്നത്. കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പം ഈക്വൽ ടു മാക്രോയുടെ ഡെഫിനിഷൻ്റെ അകത്ത്
മാക്രോ ഹെഡറിൻ്റെ അവിടെ ഈക്വൽ ടു സിമ്പൽ. ഓക്കെ, ആദ്യം പാരാമീറ്റർ നെയിം പിന്നെ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇറ്റ് ഈസ് എ കീവേഡ് പാരാമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ കീവേഡ് പാരാമീറ്ററിൻ്റെ അവിടെ ഓർഡർ, അതായത് പൊസിഷൻസ് കറക്റ്റ് കൊടുക്കണമെന്നില്ല. ഇപ്പം ഇവിടെ നമ്മൾ കോൾ ചെയ്യുമ്പം RD ബഫ്, ഓക്കെ, RD ബഫ് എന്ന് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബഫർ ADDR പകരം വേണമെങ്കിൽ ഇത് ആദ്യം കൊടുക്കാം. റെക്കോർഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു ലെങ്ത് ബഫ് ADDR ഇസ് ഈക്വൽ ടു ബഫ് അഡ്രസ് ഇസ് ഈക്വൽ ടു ബഫർ എന്ന് കൊടുക്കാം. ഇവിടെ കീവേഡിൻ്റെ കേസിൽ ഓർഡറിങ്, നമ്മൾ കൊടുക്കുന്ന ഓർഡറിങ് മസ്റ്റ് അല്ല. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ആംപ്രസെൻറ്റ് INDEB is equal to F2 എന്നാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ ഇങ്ങനെ കൊടുത്താൽ ഇറ്റ് ഈസ് ഓൾറെഡി ഡിഫോൾട്ട് വാല്യൂ ആണ്. ആംപ്രസെൻറ്റ് ഡിവിൻ്റെ ഡിഫോൾട്ട് വാല്യൂ F1 ആണ്. അപ്പം ഇത് മാറ്റി വേറൊരു വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി. INDEB ഈക്വൽ ടു F2 ആക്കണമെന്നുണ്ടെങ്കിൽ INDEB ഈക്വൽ ടു F2 എന്ന് കൊടുത്താൽ നമ്മൾ ഡിഫോൾട്ട് വാല്യൂവിനെ എന്ത് ചെയ്യും, അത് ഓവർറൈറ്റ് ചെയ്യും. ഓവർറൈറ്റ് ചെയ്തിട്ട് എന്ത് വരും, F2 എന്നുള്ള വാല്യൂ അത് എടുക്കത്തുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, INDEB F1 എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇനി എനിക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ INDEB F3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ F1 എന്നുള്ള വാല്യൂവിനെ മാറ്റിയിട്ട് എന്തെടുക്കും, ഇത് F3 ആയിട്ട് മാറും. ഇവിടെ ഓർഡറിങ് മസ്റ്റ് അല്ല. കണ്ടോ, ഇവിടെ ബഫറാണ് ആദ്യം കിടക്കുന്നത്, പിന്നാണ് റെക്കോർഡ് ലെന്ത്. പക്ഷെ നമ്മൾ കോൾ ചെയ്യുമ്പം ഇതുണ്ടോ, റെക്കോർഡ് ലെന്ത് ഈക്വൽ ടു ലെങ്ത് ബഫ് ADDR ഇസ് ഈക്വൽ ടു ബഫർ. ഓർഡറിങ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇവിടെ മസ്റ്റ് അല്ല. ഓക്കെ, ഡിഫോൾട്ട് വാല്യൂ നമുക്ക് കൊടുക്കാം. അതിനെ ഓവർ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്രോയെ കോൾ ചെയ്യുമ്പം എന്ത് ചെയ്താൽ മതി, ആ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് ഓക്കെ കണ്ടീഷണൽ മാക്രോ ആൻഡ് കീവേഡ് പാരാമീറ്റർ ആണ് പഠിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you very much.